ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 333. നമ്മൾ 63-ാമത്തേതായിട്ട് ചാന്തോഗ്യോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 1 ഖണ്ഡം 5 ഇതിൽ ബ്രഹ്മത്തെ പറ്റിയുള്ള പലതരത്തിലുള്ള പ്രസ്താവനകൾ തന്നെയാണ്, വേറെ രൂപത്തിലുള്ള പ്രസ്താവനകളാണ്. അതെല്ലാം നമ്മൾ കണ്ടത് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ മന്ത്രത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാണ്, ഏതൊന്നാണോ ഉദ്ഗീതം അത് തന്നെ പ്രണവം. ഉദ്ഗീതം എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം നമ്മൾ ഉദ്ഘോഷിക്കേണ്ട സംഗതി എന്താണ്? ബ്രഹ്മമാണ്. ഈ ലോകം തന്നെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്. അപ്പം ഏറ്റവും അധികം ശബ്ദത്തിൽ ഉച്ചരിച്ചുകൊണ്ട് പറയേണ്ട, നമ്മളെ ഏറ്റവും ഉദ്ഘോഷിക്കേണ്ട സംഗതി എന്ത് തന്നെയാണ്? ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിന് രൂപവും ഭാവമൊന്നുമില്ല. പ്രപഞ്ചം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് രൂപവും ഭാവമില്ല, അതിനെ കാണാനും പറ്റില്ല. ഋഷികൾക്കും അതിനെ പൂർണ്ണമായിട്ട് ആ ഈശ്വരനെ മനസ്സിലായിട്ടില്ല. പിന്നെ അതിൻ്റെ ഒരു ചെറിയ അംശം നമുക്ക് പ്രത്യക്ഷമായ രൂപത്തിൽ വന്നു. അതാണ് ഈ പ്രപഞ്ചം. ആ മാറിയ പ്രക്രിയക്കാണ് ഓം അല്ലെങ്കിൽ പ്രണവമന്ത്രം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ആ ബ്രഹ്മത്തെ പറ്റി നമ്മൾ ഓർക്കുന്നത്. ബ്രഹ്മം പ്രശസ്തമാകുന്നുള്ളൂ. ഈ പ്രപഞ്ചം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ, നമ്മളൊന്നും ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ആ ഒരു ബ്രഹ്മത്തെ പറ്റി ആരും ചിന്തിക്കാൻ പോലും പോകുന്നില്ല. നമ്മളുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ എന്തോന്നുണ്ടായിരുന്നു എന്ന നിലയിൽ ചിന്തിക്കുന്നത്, ബ്രഹ്മത്തെ, ഈശ്വരനെ. അപ്പം അതിന് കാരണക്കാരൻ ആരാണ്? ഓം എന്ന പ്രക്രിയയാണ്. ആ ഓമിലൂടെയാണ് അദൃശ്യമായ ബ്രഹ്മം പ്രത്യക്ഷമായ പ്രപഞ്ചമായി മാറിയതും തിരിച്ചു പ്രളയ സമയത്തിൽ ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നതും. അതുകൊണ്ട് ഏറ്റവും അധികം ഉദ്ഘോഷിക്കേണ്ടത് ബ്രഹ്മത്തെയാണ്. ആ ബ്രഹ്മത്തിന് പകരം ആരെ തന്നെയാണ്? അത് പ്രണവം തന്നെയാണ്. ആ പ്രണവത്തെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്. കാരണം പ്രണവം ഉള്ളത് കൊണ്ട്, ആ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടാണ് അതിന് പ്രശസ്തി വന്നത്. അല്ലെങ്കിൽ ആരതിനെ ഗൗനിക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഏതൊന്നാണോ ഉദ്ഗീതം അത് തന്നെ പ്രണവം. ആദിത്യൻ ഉദ്ഗീതമാണ്. പ്രണവമന്ത്രത്തിലൂടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി സൂര്യനാണ്. ഈ സൂര്യനില്ലെങ്കിൽ നമ്മളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ആറ്റങ്ങളെല്ലാം ഉണ്ടാകട്ടെ, ഇലക്ട്രോൺ ഉണ്ടാകട്ടെ, കുറേ കട്ടകൾ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായതുകൊണ്ട് ആരും അതിനെ ഗൗനിക്കാൻ പോകുന്നു. ഗൗനിക്കാൻ തുടങ്ങിയത് നമ്മളുള്ളത് കൊണ്ടാണ്, മനുഷ്യനുള്ളത് കൊണ്ടാണ്. അപ്പോൾ മനുഷ്യനെല്ലാം ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിന് അടിസ്ഥാനപരമായ ജ്യോതിഷത്തിൻ്റെ സെന്റർ സൂര്യനാണ്. അതുകൊണ്ട് ആദിത്യൻ ഉദ്ഗീതമാണ്. ഇപ്പം പ്രണവം ഉദ്ഗീതമാണ്. അതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ സൂര്യനെ ഉദ്ഗീതമായിട്ട് കാണാം. അത് പ്രണവവുമാണ്. കാരണം സൂര്യന് പ്രണവം എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ഇതിൽ നിന്നും ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. സൂര്യനിൽ നിന്ന് തന്നെയാണ് ഈ പ്രപഞ്ചം, സൂര്യനിലൂടെയാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അത് പ്രണവവുമാണ്. കാരണം അത് ഓം എന്നുച്ചരിച്ചുകൊണ്ട് ഗമിക്കുന്നു. ഓം എന്നുച്ചരിച്ചുകൊണ്ട് ഗമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓമിലൂടെ എന്താണോ ലക്ഷ്യമിടുന്നത്, നിർഗുണമായ ഒരു രൂപവും ഭാവമില്ലാതെ ബ്രഹ്മത്തിൻ്റെ ഒരംശം ഈ പ്രപഞ്ച രൂപത്തിൽ പ്രത്യക്ഷമാകണം. അത് ഏതിലൂട്ടിയാണ് നടക്കുന്നത്? സൂര്യനിലൂട്ടിയാണ് നടക്കുന്നത്. അപ്പം സൂര്യൻ എന്തുച്ചരിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്? ഓം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സൂര്യന് സഞ്ചരിച്ചുകൊണ്ട്. അതായത് സൂര്യൻ്റെ സഞ്ചാരം കൊണ്ടാണ് ഈ സൃഷ്ടിക്രമം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അടുത്ത മന്ത്രത്തിൽ പറയുന്നു, അതിനാൽ ആദിത്യനെ തന്നെ ആഭിമുഖ്യത്തോടെ ഗാനം ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ആ നിർഗുണ ബ്രഹ്മത്തിലേക്കൊന്നും പോകണ്ട, ആദിത്യനെ ആഭിമുഖ്യത്തോടു കൂടി ഗാനം ചെയ്താൽ മതി. അതിനെ ഗാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ കീർത്തിച്ചുകൊണ്ട് നടന്നാൽ മതി. എനിക്ക് അവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അപ്പം യഥാർത്ഥത്തിൽ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ സൂര്യൻ മാത്രമേ ഉള്ളൂ. സൂര്യൻ തന്നെ പല രൂപത്തിലായി മാറി മാറി വന്നു. സൂര്യൻ തന്നെയാണ് നമ്മളായി മാറിയിരിക്കുന്നത്. ബ്രഹ്മമാണ് ഓങ്കാരത്തിലൂടെ സൂര്യനായത്. സൂര്യനിലൂടെയാണ് നമ്മളെല്ലാം ഉണ്ടായത്.
അപ്പൊ അവൻ മാത്രം, യഥാർത്ഥത്തിൽ അവൻ ഒരുത്തനെയുള്ളൂ, ഈശ്വരൻ ഒരുത്തനെയുള്ളൂ. അതേപോലെ തന്നെ സൂര്യൻ ഒരുത്തൻ, അവൻ തന്നെയാണ് ഒരുത്തൻ, അവൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അതിനെ രശ്മികളാൽ ഭേദത്തോടെ ധ്യാനിക്കുക. അതിനെ രശ്മികളാൽ, അതിൻ്റെ രശ്മികൾ എന്ന് പറഞ്ഞാൽ ആകർഷണ ബലം, അതിൽ നിന്ന് പുറപ്പെടുന്ന ഊർജം, പ്രകാശോർജം, പലതര ഊർജങ്ങളുണ്ടല്ലോ, വെളിച്ചം, ചൂട്, അതിൻ്റെ ആകർഷണ ബലം, അതിൻ്റെ രശ്മികളാൽ ഭേദത്തോടെ ധ്യാനിക്കുക. അതാണ് പലതായിട്ട് മാറിയിട്ട് അതിൻ്റെ പലതരം ബലങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അത് സത്യമാണ്. നമുക്കറിയാലോ, മേടമാസത്തിൽ ചിലത് ചെടികൾ ഉണ്ടാവും, ഇടവത്തിൽ വേറൊരു തരത്തിൽ, അങ്ങനെ ഓരോ സീസൺ അനുസരിച്ച് പല ചെടികളില്ലേ, പൂക്കുന്നില്ലേ, കായ്ക്കുന്നില്ലേ. അപ്പൊ അതിൻ്റെ രശ്മികൾ, ആ ആകർഷണ ബലം, ഭൂമിയിൽ നിന്നുള്ള സൂര്യനിലേക്കുള്ള ആ ദൂരം മാറുന്നതനുസരിച്ച് ആകർഷണ ബലത്തിലുള്ള വ്യത്യാസം അനുസരിച്ചാണ് ഭൂമിയിൽ പലയിടത്തും പല വസ്തുക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ഭേദത്തോടെ, അതിൻ്റെ രശ്മികളെ ഭേദത്തോടെ ധ്യാനിക്കുക. അതുവഴി അതിന് വളരെ പുത്രന്മാരുണ്ടായി. അങ്ങനെ ആകർഷണ ബലത്തിലൂടെയും അതിൻ്റെ താപത്തിലൂടെയും എല്ലാമാണ് വളരെ പുത്രന്മാരുണ്ടായത്. നമുക്കറിയാലോ, സൂര്യൻ്റെ ചൂട് കുറഞ്ഞ ദേശങ്ങളിൽ മഞ്ഞായിരിക്കും. അപ്പം മഞ്ഞ് ഉള്ള സ്ഥലത്ത്, ഐസ് മൂടിക്കിടക്കുന്ന സ്ഥലത്തെല്ലാം ഒരു പ്രത്യേകതരം ജീവികളുണ്ട്. അതിനെ നമുക്ക് ചിലപ്പോൾ ഇവിടെ കണ്ടില്ല എന്ന് വരും. ചൂടുള്ള സ്ഥലത്ത് കാണുന്ന ജീവികളെ ചിലപ്പോൾ അവിടെ കണ്ടില്ല എന്ന് വരും. നമ്മുടെ അടുത്ത് കാണുന്നത് ചിലപ്പോൾ അവിടെ കണ്ടില്ല എന്ന് വരും. അപ്പം അനേതരം പുത്രന്മാരുണ്ടായത് സൂര്യൻ്റെ ഈ രശ്മികളുടെ ഭേദം നിമിത്തമാണ്. ഇത് അതിദൈവതമായ ഉപാസന. ഇതാണ് അതിദൈവികമായ ഉപാസന. ഇനി നമുക്ക് ഇത് പ്രപഞ്ചമുണ്ടായ വിധം, നമ്മളെല്ലാം ഭൗതികവാദികളാണ്, നമുക്ക് ഇങ്ങനെ ഉപാസിക്കാം. ഈ ഭൗതിക ലോകത്തിൽ താല്പര്യമില്ല, നിർഗുണമായ ബ്രഹ്മത്തിലാണ് താല്പര്യമെങ്കിൽ ആ രൂപത്തിലും ആധ്യാത്മിക പ്രാണബുദ്ധിയോടെയും ഉപാസനയിൽ, ആധ്യാത്മികമായ പ്രാണദൃഷ്ടിയോടെയുള്ള ഉപാസനയിൽ ആമുഖമുള്ള പ്രണവത്തെ ഉദ്ഗീതമായി ഉപാസിക്കണം. പ്രണവം എന്ന് പറയേണ്ട ആവശ്യമില്ല, പ്രാണൻ എന്നും പറയാം. നമ്മളായിട്ട് വരുമ്പോൾ പ്രണവത്തിലേക്ക് പിടിക്കേണ്ട, പ്രാണൻ തന്നെ ആയി മാറി. ആമുഖമുള്ള പ്രണവത്തെ ഉദ്ഗീതമായി ഉപാസിക്കണം. ആ പ്രണവം ഓം എന്ന് ഉച്ചരിച്ചു കൊണ്ടുപോകുന്നു. അതും ആ പ്രാണനും ഓം എന്ന് ഉച്ചരിച്ചു കൊണ്ട് തന്നെയാണ് പോകുന്നത്. കാരണം ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക്, അല്ലെ പ്രളയ സമയത്ത് ഇതെല്ലാം ചുരുട്ടിക്കുട്ടിയ ബ്രഹ്മത്തിൽ ലയിപ്പിക്കുന്നതും ഓം എന്ന ആ പ്രക്രിയയിലൂടെയാണ്, ഓംകാരത്തിലൂടെയാണ് നിർഗുണമായ ബ്രഹ്മം ഈ കാണപ്പെടുന്ന രൂപത്തിൽ പ്രത്യക്ഷമായതും അതിൻ്റെ ഒരംശം. അതേപോലെ തന്നെയാണ് തിരിച്ചങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ ആ രൂപത്തിൽ ഉപാസിക്കണ്ടെങ്കിലും ആ ഓംകാരത്തെ തന്നെയാണ് ഉച്ചരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നതും ഓമിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ആ പ്രാണനെയും നമുക്ക് ആ രൂപത്തിലും ഉപാസിക്കാം. ആ പ്രാണനാവുന്ന ഉദ്ഗീതത്തെ ഞാൻ ആഭിമുഖ്യത്തോടെ ഗാനം ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരമാണ് ലക്ഷ്യമെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് ഉദ്ഗീതത്തെ ഞാൻ ആഭിമുഖ്യത്തോടെ, പ്രാണനാകുന്ന ഉദ്ഗീതത്തെ ഞാൻ ആഭിമുഖ്യത്തോടെ ഗാനം ചെയ്യുന്നു. ആ തരത്തിലും നമുക്ക് ഉപാസിക്കാം. എന്തിനു വേണ്ടിയിട്ട്? ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്. അതും ഓമിലൂട്ടെ ആ ഉദ്ഗീതത്തെ ഞാൻ ഗാനം ചെയ്യുന്നു. എനിക്ക് ഈ പ്രാണൻ മാത്രമേ ഉള്ളൂ. ആ രൂപത്തിലുള്ള പ്രണവമന്ത്രം മാത്രമേ അപ്പോഴുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചമൊന്നുമില്ല, ഈ സൂര്യനൊന്നുമില്ല. എനിക്ക് ആരേ ഉള്ളൂ? ആ പ്രണവം, ആ പ്രാണൻ, എന്നെ തിരിച്ച് ബ്രഹ്മത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ പ്രാണൻ മാത്രമേ ഉള്ളൂ. ഞാൻ കൃഷിതകന്റെ പുത്രനോട് പറഞ്ഞു,
അവനോട് പറഞ്ഞു, നമ്മൾ ഇവിടെയുള്ള ബൗദ്ധികവാദികളോട് ഉദ്ഘോഷിക്കുകയാണ്, നീ എനിക്ക് വളരെ പുത്രന്മാർ ഉണ്ടാകട്ടെ എന്ന അഭിപ്രായത്തോടുകൂടി ബഹുമുഖത്തോടുകൂടിയ ഉദ്ഗീതത്തെ പ്രാണനായി ആഭിമുഖ്യത്തോടെ ഗാനം ചെയ്യുക. മറ്റുള്ളവരോട് പറയുകയാണ്, ഭൂരിപക്ഷം വരുന്ന ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഋഷി. അല്ലെ നമ്മൾ ആഹ്വാനം ചെയ്യുക, ഭൂരിപക്ഷം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുക, നീ എങ്ങനെ ഉപാസിക്കണം? എനിക്ക് വളരെ പുത്രന്മാർ ഉണ്ടാകട്ടെ എന്ന നിലയിൽ ഉപാസിക്കണം, എങ്കിലും ഞാൻ ഭൗതിക ലോകത്തിലേക്ക് എത്തിച്ചേരും. എല്ലാം എനിക്ക് ഈ ഭൗതിക ലോകത്തിലൊന്നും താല്പര്യമുള്ളെങ്കിൽ ഏകനായ ആ ബ്രഹ്മത്തെ പറ്റി നാം ഉദ്ഘോഷിക്കണം. രണ്ടിനും ഓങ്കാരത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓങ്കാരത്തിലൂടെയാണ് പ്രപഞ്ചം, നിർഗുണമായ ബ്രഹ്മം ദൃശ്യരൂപത്തിലേക്ക് പ്രകടമായത്. ഒരു ചെറിയ അംശം. തിരിച്ചും പ്രളയ സമയത്ത് അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതുപോലെ നമ്മളും ഭൗതിക ലോകത്തിൽ ജീവിക്കാനാണെങ്കിൽ എനിക്ക് അനേകം കുട്ടികൾ ഉണ്ടാകട്ടെ എന്ന ചിന്തയോടുകൂടി ഉപാസിക്കുക. അല്ല, എനിക്കിതൊന്നും വേണ്ട ആണെങ്കിൽ ഞാൻ ആ ഏകമായ പ്രണവത്തെ, ആ ബ്രഹ്മത്തെ, പ്രണവം തന്നെയാണത്, ഓങ്കാരമാണത്, ആ ഓങ്കാരത്തിലൂടെ എനിക്ക് തിരിച്ച് അതിലേക്ക് ഉപാസിച്ചാൽ അവിടെ എത്തിച്ചേരാനും പറ്റും. എന്നിട്ട് അവസാനം അത് ഒന്നും കൂടി ആവർത്തിക്കുകയാണ്, ഉദ്ഗീതം പ്രണവമാണ്. ഇപ്പം ഏറ്റവും അധികം ഉദ്ഘോഷിക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ പ്രണവ മന്ത്രം തന്നെയാണ്. ബ്രഹ്മമാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല, ബ്രഹ്മത്തെ ആർക്കും മനസ്സിലായിട്ടില്ല. അത് നമുക്ക് പ്രത്യക്ഷപ്പെട്ടത് ഓങ്കാരത്തിലൂടെയാണ്. അപ്പം ആ പ്രണവം തന്നെയാണ്, പ്രണവും ഉദ്ഗീതവും ആകുന്നു. ഏറ്റവും അധികം ഉദ്ഘോഷിക്കേണ്ടത് പ്രണവം തന്നെയാണ്, അതിനെയാണ് ഏറ്റവും അധികം ഉദ്ഘോഷിക്കേണ്ടത്. ഹോതാവിൻ്റെ നിലയിൽ അപ്പോഴും നമ്മൾ ഹോതാവ്, നമ്മൾ ഏത് രീതിയിലാണോ പോകേണ്ടത് ആ ശരിയായ നമ്മളെ ഹോതാവിൻ്റെ രീതിയിൽ ഇങ്ങനെ തെറ്റായ ഉദ്ഗീതത്തെ ശരിയായ രീതിയിലാക്കുക. അപ്പം നമുക്ക് ആ ബ്രഹ്മത്തെ ഉപാസിക്കേണ്ടത്, ഓങ്കാരത്തെ ഉപാസിക്കേണ്ടത് രണ്ട് വഴിയുണ്ട്. രണ്ട് തോണിയിലും കാല് വെച്ചിട്ടുള്ള ഒരു പരിപാടി പറ്റില്ല, അത് തെറ്റാണ്. നമ്മൾ ഇന്ന് ആത്മീയവാദികൾ എന്ന് പറയുന്ന നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ഭൗതിക കാര്യങ്ങളാണ്. ആ ശക്തിയെ ഉപാസിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അത്തരത്തിൽ ഉപാസിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ പറയുന്ന എന്താണ്? നമ്മുടെ ലക്ഷ്യം, ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണെന്ന്. പക്ഷെ ആ നിലയിലേക്കൊന്നും അല്ല നമ്മൾ ഉപാസിക്കുന്നത്, പറച്ചൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ള ഉപാസന മതിയാക്കിയിട്ട് ഇങ്ങനെ ശരിയായ രീതിയിൽ ഉപാസിക്കുക. ഭൗതിക ലോകത്തിലേക്കാണ് പോകേണ്ട, ഭൗതിക കാര്യങ്ങൾ എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ള നിലയിൽ പോവുക. പിന്നെ ആത്മീയം അവിടെ വേണ്ട. അല്ല, ആത്മീയമാണെങ്കിൽ ഇതെല്ലാം വിട്ടുകൊണ്ട് എനിക്ക് നിർഗുണമായ രൂപവും ഭാവവും ഇല്ലാതെ ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന ശൈലിയിലേക്ക് ഉപാസിക്കുക. അപ്പോൾ ഓമിനെ ഉപാസിക്കാം. ഓമിലൂട്ടിയാണ് ഇതും അതും എല്ലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്നത്, പ്രളയത്തിലൂടെയും എല്ലാം മറ്റും. അതുകൊണ്ട് ഏത് രൂപത്തിൽ ഉപാസിക്കണ്ടിക്കോ ഓമിനെ ഉപാസിക്കാം, ഉദ്ഗീതത്തെ ഉപാസിക്കാം, പ്രണവത്തെ ഉപാസിക്കാം, പ്രാണനെ ഉപാസിക്കാം. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിൽ ഉപാസിക്കണം. എനിക്ക് അങ്ങോട്ടേക്ക് പോകണോ, ഓമിലൂടെ അങ്ങോട്ടേക്ക് പോകണോ, അതായത് നിർഗുണമായ അവസ്ഥയിലേക്ക് പോകണോ, എല്ലാ ഓമിലൂടെ ഈ ഭൗതിക ലോകമുണ്ടായ ആ ലോകത്തിലേക്ക് പോകണം. ആ ഒരു ശരിയായ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം നമ്മൾ ഉപാസന നടത്താൻ. നമ്മളെല്ലാം ചെയ്യുന്നത് മുഴുവൻ ഭൗതിക ലോകത്തിലെ നമ്മളെ സുഖസൗകര്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? നമ്മൾ ഭയങ്കര ആത്മീയവാദികളാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണെന്ന്. അതിൻ്റെ ഒരയലോകത്ത് എത്താൻ പറ്റുന്ന തരത്തിലുള്ള ഉപാസനയൊന്നുമല്ല നമ്മൾ
നേരെ ഘടകവിരുദ്ധമായ ഉപാസനയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെപ്പറ്റിയാണ് ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. നിങ്ങൾ ആദ്യം അത് പറയുകയാണ്, നിങ്ങൾക്ക് ആത്മീയത വേണോ എങ്കിൽ നിർഗുണമായ അവസ്ഥയിലേക്ക് പോവുക, അല്ല ഭൗതികത വേണോ ഇങ്ങോട്ടേക്ക് പോവുക. രണ്ടും ഓമിലൂട്ടിയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഉദ്ഘോഷിക്കുക. അത് തന്നെയാണ് ഉദ്ഗീതം, അത് തന്നെയാണ് പ്രണവമന്ത്രം.